These are illegal payments in the hands of the company. Ms. Exalogic has not provided any service as per the contemporaneous evidence gathered during the search. The assessee company is making payments through banking channels to persons connected with a prominent decision maker to claim it as deductible expense by claiming compensated service which has not been received. ആ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ മാസപ്പടിയുടെ അന്വേഷണം എത്തി നിൽക്കുന്നത്. മാസപ്പടിയുടെ അല്ലെങ്കിൽ മാസപ്പടിക്ക് എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ വീണ വിജയനോ എക്സാലോജിക് കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോൾ SFIOയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാനുകോടി രൂപ മകൾ അല്ലെങ്കിൽ വീണ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. നോബഡി ഡിനൈ ഇറ്റ്. ഈവൻ CPM ഇപ്പോ അത് നിഷേധിക്കുന്നില്ല. വീണ പണം വാങ്ങിയെന്നതും വാങ്ങിയതിനൊരു സർവീസ് നൽകിയിട്ടില്ല എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഈ കേസ് ആദ്യം മുതൽ പറഞ്ഞപ്പോൾ GSTയുടെ ക്വസ്റ്റ്യൻ വന്നു, മറ്റു കാര്യങ്ങൾ വന്നു, മറ്റു മേഖലകളിലേക്കൊക്കെ അന്വേഷണം പോയി, കമ്പനീസ് ആക്ടിന്റെ പരിധിയിലുള്ള അന്വേഷണം വന്നു, കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട വയലേഷൻസ് വന്നു, അത് ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ്, അഴിമതിയാണ്. അപ്പോ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനെ ആധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരിക പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ പരിധിയിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഇൻഗ്രീഡിയന്റ്, അതിന്റെ എലിമെന്റ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു MLA ആണ്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് പണം തന്നു, ഒന്നുകിൽ നിങ്ങൾ എനിക്ക് പണം തരുന്നത് കണ്ടു, അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിഞ്ഞു. പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല. അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അത് ഹാഫ് സർക്കിളേ ആവുന്നുള്ളൂ. അതർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന പറയൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി, അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം, എന്ത് ഔദാര്യം, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത്, ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്നത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത് ഇത് നമ്മൾ ഇത്രയും കാലം മാസപ്പടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ്. I would beg to differ on that point. I would say ആക്ച്വലി ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റി എന്നത് ശരിയാണ്. പക്ഷേ ഇതിലെ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ ഇതൊരു ലോങ് സ്റ്റോറി ഇൻ ദ സെൻസ് 2004 മുതൽ 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനത് എല്ലാം വിശദമായിട്ട് പറയാൻ വളരെ അതിദീർഘമായ ഒരു പത്രസമ്മേളനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഐ വിൽ കം ടു ദ ക്രക്സ്, അല്ലെങ്കിൽ ഏറ്റവും കാർഡിനൽ ആയിട്ടുള്ള പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിമിറ്റഡ് ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് CM, മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ CMRL എന്ന കമ്പനി, ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കരിമണലാണ്. അതിന്റെ ഏറ്റവും വലിയ വരുമാനവും ഏറ്റവും വലിയ ഇൻട്രസ്റ്റും. അതിൽ തന്നെ ആലപ്പുഴ, തോട്ടപ്പള്ളി, കൊല്ലം മേഖലയിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച KM മെറ്റീരിയൽ എന്ന് പറയുന്ന കൊല്ലം മെറ്റീരിയൽ, ആ കരിമണലിന് വേണ്ടിയിട്ടാണ് അവർ എല്ലാ പരിശ്രമവും എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോ ആദ്യമായിട്ട് ഈ CMRL കമ്പനി ഈ കരിമണലിനുള്ള ഒരു ലീസ് 2003-2004 കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കുകയുണ്ടായി. അതൊരു 4 ലീസാണ്. ഐ വുഡ് സേ ഇതാണ് ആ ലീസിന്റെ കോപ്പി. ഗവൺമെന്റ് ഓഫ് കേരള ഗ്രാന്റ് ചെയ്ത ലീസാണ്. ഇത് ഡേറ്റഡ് 15/9/2004. 15/9/2004 4 leases were granted in
ഫേവർ ഓഫ് CMR. ഞാൻ ഈ മേഖലയിൽ കേസ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇതിന്റെ ഒരു സ്റ്റേറ്റ്സും ഇതിന്റെ ഒരു വോളിയും ഒക്കെ അറിയാവുന്ന ആളെന്ന നിലയിൽ ഇന്ന് 2024 ഇഫ് സംബഡി വാല്യൂസ് ദിസ്, ഇതിന്റെ ഒരു വാല്യൂ ഡെപ്ത് എത്രയെന്ന് വെച്ചാൽ ദിസ് മേ ഗോ ബിയോണ്ട് 1000 crores. 1000 കോടി മുകളിലേറെ പൊട്ടൻഷ്യൽ ഉള്ള 4 ലീസാണ് ഇത്. പക്ഷെ ഈ ലീസ് അന്ന് അനുവദിച്ചത് ഗവൺമെന്റിന്റെ പോളിസിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തമ താല്പര്യം അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ ഉത്തമ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 10 days 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലീസിന്റെ ഫർദർ നടപടികളെല്ലാം അന്നത്തെ ഗവൺമെന്റ് സ്റ്റേ ചെയ്തിരുന്നു 2004. 10 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് മുമ്പോട്ടുള്ള എല്ലാ കാര്യവും സ്റ്റേ ചെയ്തു. പിന്നീട് ആ ലീസ് പ്രവൃത്തിപഥത്തിൽ കൊണ്ട് അല്ലെങ്കിൽ അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ CMRL കമ്പനി എക്കാലത്തും ഈ ലീസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും കേരള ഗവൺമെന്റ് കേരളത്തിന്റെ പൊതു താല്പര്യം അല്ലെങ്കിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ലീസ് അനുവദിക്കുന്നില്ല എന്നുള്ള വിചിന്തിതമായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് AK ആന്റണി സർക്കാരിന്റെ നിലപാടതായിരുന്നു. അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സർക്കാരിന്റെ നിലപാടതായിരുന്നു. അച്യുതാനന്ദൻ വെന്റ് 1 step ahead. ഇനി ഒരു കാരണവശാലും ഇനി നാളെ ആണെങ്കിലും അത് നടക്കരുതെന്നുള്ളതുകൊണ്ട് അച്യുതാനന്ദൻ ഗവൺമെന്റ് കേരളത്തിന്റെ വാണിജ്യ നയം അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ നയം തീരുമാനിച്ചപ്പോൾ മിനറൽ പോളിസിയിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾ കരിമണൽ ഖനനത്തിൽ എൻട്രി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്നുള്ള നയം തീരുമാനിച്ചു. അച്യുതാനന്ദന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഇതിനിടയിൽ CMRL കമ്പനി അവരുടെ ലീസ് ക്യാൻസൽ ചെയ്തതിനെതിരെ അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ കഴിയാത്തതിനെതിരെ കേന്ദ്ര മൈൻസ് ട്രൈബ്യൂണലിൽ പോവുകയുണ്ടായി. മൈൻസ് ട്രൈബ്യൂണല് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പുനർപരിശോധിക്കാൻ കേരള ഗവൺമെന്റിനോട് നിർദ്ദേശം നൽകി. അതിനുശേഷം കേരള ഗവൺമെന്റ് പുനഃപരിശോധിച്ചെങ്കിലും അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടില്ല. ആ തീരുമാനത്തിനെതിരെ ആദ്യം ഹൈക്കോടതി പോയി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് CMRLന് അനുകൂലമായി ഉത്തരവിട്ടു. അപ്പോഴും ഗവൺമെന്റ് ആ ലീസ് പ്രവൃത്തിപഥത്തിലാക്കാൻ, ലീസ് അനുവദിക്കാൻ അല്ലെങ്കിൽ ലീസ് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറായില്ല. ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനവും CMRLന് അനുകൂലമായപ്പോൾ സ്വാഭാവികമായിട്ടും അന്നും ആ തീരുമാനം അനുകൂലമായി വന്നപ്പോഴും അധികാരത്തിലിരുന്ന സർക്കാർ ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യാനോ ലീസിന് അനുകൂലമായോ നിലപാട് സ്വീകരിച്ചില്ല. പിന്നീട് അതിനുമെതിരെ സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് അപ്പീൽ പോയി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് സുപ്രീം കോടതി അപ്പീൽ പോയി CMRL കമ്പനിക്ക് ആ ലീസ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് ടുവേഴ്സ് ദ എൻഡ് ആ സുപ്രീം കോടതി വിധി. ഇനി അവിടെ നിന്നാണ് നമ്മുടെ ഇത് ആരംഭിക്കേണ്ടത്. ദിസ് ഈസ് ദ ജഡ്ജ്മെന്റ്. 3 അംഗ ബെഞ്ച് പരിഗണിച്ച കേസിൽ ഒരു സിംഗിൾ ജഡ്ജ് ജസ്റ്റിസ് ഭാനുമതി സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ മുഴുവൻ അംഗീകരിച്ച് ഡിസന്റ് നോട്ട് എഴുതുകയും എന്നാൽ ഭൂരിപക്ഷ വിധി പ്രകാരം ഡിവിഷൻ ബെഞ്ച് ജഡ്ജ്മെന്റിനെതിരെ സമർപ്പിച്ച അപ്പീൽ തള്ളിക്കളഞ്ഞുകൊണ്ട് പക്ഷേ ആ സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരവസരം നൽകുകയുണ്ടായി. ആ അവസരം ഞാൻ പറയാം. അതായത് CMRLന് അനുകൂലമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരായി പോയ സുപ്രീം കോടതി അപ്പീലിൽ പരിഗണിച്ചതിന് ശേഷം Kerala state government does not have the effects of making a valid reservation within the comprehension of Section 17A. The High Court was therefore justified in holding that there is no valid reservation at present, no matter the government can make such a reservation, if so advised in the prescribed by law. അതായത് CMRLന് കൊടുത്ത ലീസ് നിലനിൽക്കാൻ കാരണം ഗവൺമെന്റ് ആ സ്ഥലം ഓൾറെഡി നോട്ടിഫൈ ചെയ്ത് പൊതുമേഖലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സർക്കാർ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്ന നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തി അപ്പീൽ ഡിസ്മിസ് ചെയ്തിട്ട് അടുത്ത ഒരു വാചകം പറഞ്ഞു. ഇൻ അതർ വേർഡ്സ്, ദ ഡിസ്മിസൽ ഓഫ് ദിസ് അപ്പീൽ
shall not prevent the state from invoking its rights under section 17A(2) of the Act by issuing notification in respect of mineral deposits in question. അതായത് ഇപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് ഏറ്റവും നല്ല അവസരം കൈവന്നത്. അതായത് MMDR ആക്ട് സെക്ഷൻ 17 പ്രകാരം CMRLന് ലീസ് അനുവദിച്ച മേഖലകൾ നോട്ടിഫൈ ചെയ്താൽ അത് സർക്കാരിന്റെ കയ്യിലേക്ക് വരുമായിരുന്നു. ഈ ജഡ്ജ്മെന്റ് പാസ് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് അതായത് 16 ഏപ്രിൽ 8, 2016 8 ഏപ്രിൽ 2016 ഈ ജഡ്ജ്മെന്റ് വരുന്നു. ആ ജഡ്ജ്മെന്റ് പ്രകാരം ഈ കേരള ഗവൺമെന്റ് നടത്തിയ ലോങ് ഫൈറ്റ്, അതായത് CMRLന് 2004 അനുവദിച്ചിരുന്ന ആ ലീസ് തിരിച്ചു പിടിക്കാൻ ആ ഏരിയ സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാൻ കഴിയുന്ന നിയമപരമായിട്ടുള്ള അവസരം കിട്ടിയ ആ ഒരു വരിയാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചത്. ഗവൺമെന്റിന് നോട്ടിഫൈ ചെയ്ത് തിരിച്ചെടുക്കുന്നതിന് തടസ്സമില്ല എന്ന് പറഞ്ഞു. 25/5/2016 ഞാൻ പറഞ്ഞു ഏപ്രിൽ 8, 2016 ഈ വിധി വരുന്നു. ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് 25 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരികയാണ്. 25/5/2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് പിന്നാലെ 20/12/2016 മുതൽ വീണയ്ക്ക് മാസാമാസം 5 ലക്ഷം രൂപ CMRL നൽകുകയാണ്. CMRLന്റെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ ലീസ് അവർക്ക് അനുവദിച്ചു കിട്ടണം എന്നുള്ളതാണ്. അവരതിനു വേണ്ടിയിട്ടുള്ള കാലാകാലങ്ങളിൽ സർക്കാരുകൾക്ക് നിവേദനം നൽകുന്നു. പിണറായി വിജയന്റെ മുമ്പിലും അന്നത്തെ ഗവൺമെന്റ് മുമ്പിലും CMRL നിവേദനം നൽകി ഞങ്ങൾക്ക് ഈ ലീസ് അനുവദിച്ചു തരണം എന്നാവശ്യപ്പെടുന്നു. പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് 25/5/2016 ഏകദേശം 6 മാസം കഴിഞ്ഞ മുതൽ 20/12/2016 മുതൽ വീണയുടെ അക്കൗണ്ടിലേക്ക് എല്ലാ മാസവും 5 ലക്ഷം രൂപ വീതം CMRL കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം 2/3/2017 ആയപ്പോൾ ഈ 5 ലക്ഷം കൂടാതെ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് 3 ലക്ഷം രൂപ വീതം വീണ്ടും CMRL കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ 2016 വന്ന വിധി എപ്പോ നടപ്പിലാക്കിയാലും മാത്യു കുഴൽനാടൻ MLA മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് സ്പീക്കർ മുഖ്യമന്ത്രിക്ക് കവചം തീർക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. വീണ വിജയനല്ല, യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയാണ് കുറ്റക്കാരനെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു വെക്കുന്നു.